ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണ് വാട്സപ്പ്. വാട്സപ്പിൽ വരുന്ന ഓരോ ഫീച്ചറുകളും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകളാണ്. അതായത് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകളാണ് വാട്സപ്പ് കൊണ്ടുവരാറുള്ളത്. അത്തരത്തിൽ ഇത്തവണ വാട്സപ്പ് കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ കൊണ്ടുവന്ന 3 കിടിലം ഫീച്ചറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഏറ്റവും പുതിയ 3 ഫീച്ചറുകൾ നമുക്ക് പരിചയപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യത്തെ നിങ്ങളിലേക്ക് നമ്മൾ ഈ ചാനലിലൂടെ എത്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ 3 ഫീച്ചറുകളിൽ നമുക്ക് ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, വാട്സപ്പിൽ നേരത്തെ ഗ്രൂപ്പുകൾ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് കാണാൻ സാധിക്കും, നേരത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് 257 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ, കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിലും കാണാൻ സാധിക്കും, ഇപ്പോൾ ഇവിടെ 260 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് 512 പേർക്ക് വരെ ഇനി ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നേരത്തെ ടെലഗ്രാമിൽ നമുക്കറിയാൻ സാധിക്കും, ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000-ലധികം ആളുകൾക്ക് വരെ ജോയിൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ ഈ ടെലഗ്രാമിൽ. എന്നാൽ വാട്സപ്പിൽ ആ ഒരു ഫീച്ചറില്ലായിരുന്നു. വാട്സപ്പിൽ 257 പേർക്ക് മാത്രമേ ജോയിൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് ഈ ഒരു ഫീച്ചർ വന്നിരിക്കുന്നത്. കാണാൻ സാധിക്കും, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ചില ഗ്രൂപ്പുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാകും. അത്തരം ഗ്രൂപ്പുകൾ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൽ 257 പേര് ഫുള്ളായിരിക്കും, ഗ്രൂപ്പ് ഫുള്ളെന്ന് കാണിക്കും. എന്നാൽ ഇനി 512 പേർക്ക് വരെ ഒരേ സമയം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കിടിലൻ അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത്. കാണാൻ സാധിക്കും, നേരത്തെ 257 പേര് വരെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ 260-ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും 512 പേർക്ക് വരെ ഒരേ സമയം ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഓർക്കുക, ഈ ഫീച്ചറുകളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് പുതിയ ഫീച്ചറുകളൊക്കെ ലഭിക്കുക. ഇനി ലഭിക്കാത്ത ആളുകൾക്ക് അടുത്ത അപ്ഡേറ്റ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റിൽ എല്ലാവർക്കും ഈ ഫീച്ചർ ലഭിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സാധാരണ വാട്സപ്പ് സ്റ്റാറ്റസ്, ഓരോ വീഡിയോസ്, ഫോട്ടോസൊക്കെ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് ഇവിടെ പുതിയൊരു ഫീച്ചർ ഒന്ന് കാണാൻ സാധിക്കും, സ്റ്റാറ്റസ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷൻ. ഇത് നേരത്തെ ഇല്ലായിരുന്നു വാട്സപ്പിൽ. എന്നാൽ ഈ ഒരു ഫീച്ചർ നമുക്ക് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ, ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റസ് ഇടാൻ പോകുന്നതിന് മുന്നേ ഇത് ആരെല്ലാം കാണണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള വ്യക്തികൾ മാത്രം കണ്ടാൽ മതി, അതല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റിന് പുറത്തുള്ള ആളുകളും കാണണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റിൽ തന്നെ തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രം കാണണമെന്നാണെങ്കിൽ ഈ 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നാമത്തെ മൈ കോൺടാക്റ്റ് ആണ്, നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്കാണ്. മൈ കോൺടാക്റ്റ് എക്സെപ്റ്റ് ആണ്, നമ്മുടെ കോൺടാക്റ്റിൽ ഉള്ള ചില വ്യക്തികൾക്ക് മാത്രം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കാണാനുള്ള സൗകര്യമാണ്. മൂന്നാമത്തെ ഓൺലി ഷെയർ വിത്ത്, ആ വ്യക്തികൾക്ക്, നിങ്ങൾക്ക് ആരാണോ ഷെയർ ചെയ്യുന്ന ആ വ്യക്തികൾക്ക് മാത്രം, അതായത് 1-2 വ്യക്തികൾ മാത്രം ഒരു സ്റ്റാറ്റസ് കണ്ടാൽ മതിയെങ്കിൽ ആ വ്യക്തികളെ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് മാത്രമേ സ്റ്റാറ്റസ്, അതായത് അവർ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് അവർക്ക് മാത്രമേ ആ സ്റ്റാറ്റസ് ലഭിക്കുകയുള്ളൂ, മറ്റുള്ള ആർക്കും ആ സ്റ്റാറ്റസ് ലഭിക്കില്ല. വാട്സപ്പിൻ്റെ 3 കിടിലൻ ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വാട്സപ്പിലേക്കൊരു സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആരെല്ലാം കാണണമെന്ന് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നേരത്തെ സെറ്റിങ്സിൽ ആ ഒരു ഓപ്ഷൻ, സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ തന്നെ സെറ്റിങ്സ് ഭാഗത്തേക്ക് പോകാതെ വാട്സപ്പ് സ്റ്റാറ്റസ് ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വാട്സപ്പിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ, വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ 3-ാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ, വാട്സപ്പിൽ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നമുക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഈ സെർച്ച് ബാർ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ ഫോട്ടോ, വീഡിയോ, ലിങ്ക്, ജിഫ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ് എന്നുള്ള കുറച്ച് ഓപ്ഷൻസുകൾ കാണാനിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഇവിടെ അൺറീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമുക്ക് തിരക്കിലൊക്കെ ഉള്ള ആളുകൾ വാട്സപ്പിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും സമയങ്ങളിൽ നമ്മൾ റീഡ് ചെയ്യാതെ, വായിച്ച് നോക്കാത്ത മെസ്സേജുകളൊക്കെ ഉണ്ടാകും, നമ്മളറിയാത്തത് താഴോട്ട് പോയിട്ടുണ്ടാകും ഓരോ മെസ്സേജ് വരുമ്പോൾ. എന്നാൽ അത്തരം റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഏതാണെന്ന് നമുക്ക് ഈ ബാക്കോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പല ആളുകളും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാറില്ല. എന്നാൽ അത്തരം ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ആദ്യത്തിൽ ഒരു ഫീച്ചർ പുതിയ അപ്ഡേറ്റിൽ വന്നത് അൺറീഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഇതുവരെ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ, അതായത് വായിച്ച് നോക്കാത്ത, ഓപ്പൺ ചെയ്ത് നോക്കാത്ത മെസ്സേജുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഏതെങ്കിലും മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തിയുടെ പ്രൊഫൈലിൽ നിന്ന് വന്ന മെസ്സേജ് നമ്മൾ നോക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ അൺറീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് ഒറ്റയടിക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്ത് ആ റീപ്ലൈ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്.
വാട്സപ്പിൻ്റെ മൂന്നാമത്തെ ഫീച്ചറാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ഈ സെർച്ച് ബാർ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവിടെ അൺറീഡ് എന്നൊരു ഓപ്ഷൻ കാണും. അത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ മൂന്നാമത്തെ ഫീച്ചറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വാട്സപ്പിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ ഏറ്റവും ആദ്യത്തെ നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും. വീഡിയോയുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.